അനേകരുടെ ജീവൻ രക്ഷിച്ച് രക്തസാക്ഷിത്വം വരിച്ച പാക് യുവാവ് ആകാശിന്റെ രൂപതാതല നാമകരണ നടപടി പൂർത്തിയായി. കത്തോലിക്ക ദേവാലയത്തിൽ ചാവേർ ആക്രമണം നടത്താൻ വന്ന തീവ്രവാദിയെ സ്വജീവൻ പണയം വെച്ച് തടഞ്ഞു നിർത്തി അനേകരുടെ ജീവൻ രക്ഷിക്കുകയും ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ആകാശ് ബഷീറിന്റെ നാമകരണ നടപടിയിലെ സുപ്രധാന ഘട്ടം പിന്നിട്ട് ലാഹോർ അതിരൂപത. പ്രമാണീകരണ പ്രക്രിയ പൂർത്തിയായ പശ്ചാത്തലത്തിൽ രേഖകൾ റോമിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയിലേക്ക് അയക്കും. 1994 ജൂൺ 22 ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിലെ നൌഷേരയിലെ റിസാൽപൂരിലായിരുന്നു ആകാശിന്റെ ജനനം. 2008 ആകാശിന്റെ കുടുംബം യൗഹാനാബാദിൽ താമസമാക്കുന്നത്. 2013 പെഷവാറിലെ സകല വിശുദ്ധരുടെയും നാമധേയത്തിലുള്ള ദേവാലയത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിന് ശേഷം തങ്ങളുടെ ദേവാലയത്തെ സംരക്ഷിക്കുന്നതിനുള്ള ആഗ്രഹം ആകാശ് സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. 2014 ദേവാലയത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള സന്നദ്ധ സേവർക്കൊപ്പം ആകാശം ചേരുന്നത്. പിറ്റേ വർഷം യൗഹാനാബാദിലെ 2 ദേവാലയങ്ങളിലുണ്ടായ ചാവേർ ആക്രമണങ്ങളിൽ 20 പേർ കൊല്ലപ്പെടുകയും 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചാവേറുകൾ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രവേശന കവാടത്തിൽ നിന്നിരുന്ന ആകാശ് അവരെ തടയുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. "ഞാൻ മരിക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ സമ്മതിക്കുകയില്ല" എന്നതായിരുന്നു ആകാശിന്റെ അവസാന വാക്കുകൾ. ആകാശ് ബഷീറും മറ്റു 2 പേരും പള്ളിക്ക് പുറത്തും 1000-ലധികം വിശ്വാസികൾ പള്ളിക്കകത്തും തിങ്ങി നിറഞ്ഞിരുന്നു. ആകാശ് അക്രമിയെ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ തടഞ്ഞതുകൊണ്ട് വലിയൊരു കൂട്ടക്കൊലയാണ് അന്ന് ഒഴിവായത്. ആകാശിന്റെ മരണശേഷം അവന്റെ സഹോദരനായ അർസലാൻ ദേവാലയത്തിന്റെ സുരക്ഷാ വോളണ്ടിയറായി സേവനം ആരംഭിച്ചിരുന്നു. 2022 ജനുവരി 31 ആകാശിനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിയിരുന്നു.